അങ്ങാട് കൊല്ലി ഇതിൽ കത്തി വെച്ചിട്ട് പടം കുഴപ്പമില്ല. ലാലേട്ടൻ സൂപ്പറായിരുന്നു. അത് കറക്റ്റ് ആ ഒരു വന്ന കഥാപാത്രത്തില് ലാലേട്ടൻ പ്രഭാസ് ഒക്കെ ആ ഒരു കൊള്ളാം. ഡബിങ് മാർക്ക് അത് അത്ര ഇതായില്ല. കാരണം ഭയങ്കര ഗാംഭീര്യമായിട്ടുള്ള കഥാപാത്രത്തിന് ശോകമായിട്ടുള്ള സൗണ്ട്. ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമാണ്. അതിൽ ചിലതല്ല മൊത്തം സൗണ്ട് നല്ല രസമായിട്ടുണ്ട്. ഇത് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ആത്മീയ സ്പിരിച്വൽ ഫിലിമാണ്. ലോജിക്ക് നോക്കി എന്നെ ഇഷ്ടപ്പെടില്ല. മറ്റേ ലാലേട്ടൻ തകർത്തുണ്ട്, റൊമാൻസ് ഡിഫൻസ് ആയിട്ടുണ്ട്, ആക്ഷൻ മാത്രം കുറച്ച് ശരിയായില്ല. ഇത് നിരീക്ഷവാദിൽ അവർക്കും ഇഷ്ടപ്പെടുന്നത്, ശിവഭക്തർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനത്തെ ഒരു ഫിലിമാണ്, മിത്തോളജിക്കൽ ഫാൻറ്റസി ഫിലിമാണ്. ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. ആക്ഷൻ പോരാ, ആക്ഷൻ കൊറിയോഗ്രാഫി മോശമായി. പക്ഷേ റൊമാൻസ് ഡിഫൻസ് ആയിട്ടുണ്ട്. നിങ്ങൾ ലോജിക്കലായി നിരീക്ഷവാദികൾ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. എസ്പെഷ്യലി റിലീജിയസ് ആൾക്കാർ, ശിവഭക്തർക്ക് ഇഷ്ടപ്പെടും. ഇത് എൻ്റർടൈനേക്കാട്ടും ഒരു ആത്മീയ സ്പിരിച്വൽ ഫിലിമാണ്. അതായത് ലോജിക്കൽ നോക്കിയിട്ട് കാര്യമില്ല. ലാലേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ടോ? ലാലേട്ടൻ ഏത് സിനിമയായാലും ക്യാമറ റോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റർവൽ നിൽക്കുന്ന ലാലേട്ടനെ വെച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ ത്രൂ ഔട്ടല്ല, ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവൽ മുമ്പേ വരുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. പുള്ളി ഏത് സിനിമയിലും ക്യാമറ റോൾ ചെയ്താൽ നന്നായി ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ബോക്സ് ഓഫീസ് എങ്ങനെ ഇട്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആത്മീയത ആ രീതിയിലെടുത്താൽ കുഴപ്പമില്ല. 5 4 കൊടുക്കാം. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. ഒരു മിത്തോളജിക്കൽ ഫാൻറ്റസി പടം ആ രീതിയിലെടുക്കും. ലാലേട്ടൻ ഏത് സിനിമയാണെങ്കിലും, സംരംഭത്തിലാണെങ്കിലും, കാര്യങ്ങൾ എല്ലാത്തിലും ക്യാമറ റോൾ നന്നായി പുള്ളിയെ കൊണ്ടുപോകുന്നു.